ഇന്ന് നമ്മൾ മലരിക്കൽ ആമ്പൽ വിരിഞ്ഞത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പോയപ്പോൾ ആമ്പൽ കാണാൻ പറ്റില്ല, കാരണം അതൊരു ഉച്ച സമയത്തോട് കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ആമ്പൽ കാണാൻ പറ്റിയില്ല. പിന്നെ ഈ കൊല്ലം കൊറോണയുടെ ഇഷ്യൂസ് ഉണ്ട്, എന്നാലും എല്ലാ സേഫ്റ്റി മെഷേഴ്സും അനുസരിച്ചിട്ടാണ് പോണത്. ഇത് കോട്ടയത്ത് നിന്ന് മലരിക്കൽ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം പോണത്. ഇവിടെ ആമ്പൽ പൂത്തത് കാണാൻ രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് പെർഫെക്റ്റ് ടൈം. 9 മണി വരെ മാക്സിമം. അത് കഴിഞ്ഞാൽ ആമ്പലിൻ്റെ പൂവൊക്കെ ആ പൂവിൻ്റെ വിടർവൊക്കെ മാറും. ഈ കൊല്ലം സഞ്ചാരികൾ എല്ലാവരും എല്ലാമെന്ന് പറഞ്ഞു കേട്ടിരുന്നു, പക്ഷെ ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റ് അല്ലാത്ത കാരണം അറിയണ്ടായില്ല അതിനെക്കുറിച്ചിട്ട്. അധികം ആൾക്കാരുണ്ടായില്ല. കഴിഞ്ഞ കൊല്ലം 2019 ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ സഞ്ചാരികൾ വരികയും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൻ ഹിറ്റാവും ചെയ്ത സ്ഥലമായിരുന്നു ഈ മലരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുതൽ പാടം തുടങ്ങായി. നല്ല പിങ്ക് കളറുള്ള നല്ല ഭംഗിയുള്ള ആമ്പലുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ അധികം ഇല്ല, ജസ്റ്റ് തുടങ്ങണുള്ളൂ. കുറച്ച് അപ്പുറത്തോട്ട് നന്നായിട്ട് പിങ്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ആ ആമ്പൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി. കുറച്ച് പേര് ഇവിടെ സൈക്കിളിലൊക്കെ വന്നിട്ടുണ്ട് ആമ്പൽ കാണാൻ വേണ്ടിയിട്ട്. അവരത് സൈക്കിളൊക്കെ ഇവിടെ സൈഡിൽ നിർത്തിയിട്ട് ആമ്പൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയപ്പോഴാണ് പണി പാളിയത്. കൊറോണയുടെ ഇഷ്യൂസ് ആയ കാരണമായിരിക്കണം ഞങ്ങളുടെ വണ്ടി പോലീസ് കൈ കാണിച്ച് ഇവിടെ ടൂറിസം അലൗഡ് അല്ല, പിന്നെ ടൂറിസം ബാൻ ചെയ്തേക്കുന്ന കൊറോണയുടെ ഇഷ്യൂ കാരണം. അതൊക്കെയായിരുന്നു റീസൺ. ഞങ്ങൾ ജസ്റ്റ് ആ വഴി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാറിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് എന്തോ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനൊന്നും പറഞ്ഞില്ല, ഫൈനൊക്കെ കൊടുത്തു. പക്ഷെ ഭയങ്കര സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് അമ്പാട്ടുകാവ് ഇതുപോലെ തന്നെ ആമ്പൽ പൂത്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ മലരിക്കൽ പോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഓർത്തൊന്ന് അവിടെ പോയാലോ, അമ്പാട്ടുകാവ് പോയാലോ, ഇവിടെ വന്നിട്ട് ശരിക്കും ഒന്ന് കാണാനോ പിന്നെ അതുപോലെ തന്നെ ഒന്ന് എൻജോയ് ചെയ്യാനോ ഒന്നിനും കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ അമ്പാട്ടുകാവ് പോവാമെന്ന് തീരുമാനിച്ചു. അമ്പാട്ടുകാവ് കോട്ടയത്തു നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ എത്താൻ പറ്റുന്നതാണ്. കോട്ടയത്ത് നിന്ന് MC റോഡ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരുന്തുംപാറ ജംഗ്ഷൻ അതുവഴിയാണ് നമ്മൾ അമ്പാട്ടുകാവിലെത്തുന്നത്. പരുന്തുംപാറ ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്താൽ പുതുപ്പള്ളി പനച്ചിക്കാട് അമ്പലമുണ്ട്. പനച്ചിക്കാട് അമ്പലം റോഡിൽ നിന്ന് സ്ലൈറ്റ് ലെഫ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് അമ്പാട്ടുകടവ്. ഈ അമ്പാട്ടുകാവിനെ ഇരവിനല്ലൂർ എന്ന് കൂടെ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരുടെ 2 കോൺടാക്റ്റ് നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. നിങ്ങൾക്ക് പോയി കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പാട്ടുകാവിലുള്ള നമ്മുടെ ആമ്പൽപ്പൂക്കൾ കണ്ടാൽ മതി. ഇപ്പോൾ മലരിക്കൽ ആരും പോകണ്ട, ഈ പറഞ്ഞ പോലെ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ മുതൽ നമ്മുടെ പാടം തുടങ്ങായി. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ആമ്പൽ ശരിക്കും വിടർന്ന് നിൽക്കുന്നത് കാണാൻ. വരുവാണെന്നുണ്ടെങ്കിൽ പുലർച്ചെ വരണം. പുലർച്ചെ വരുമ്പോഴാണ് ഈ ആമ്പൽ ഫുള്ളായിട്ട് വിടർന്ന് നിൽക്കുകയുള്ളൂ. നല്ല വെയിലൊക്കെ വരുമ്പോൾ ആ വിടർവൊക്കെ മാറും. അപ്പോൾ ഏറ്റവും നല്ലത് പുലർച്ചെ വരണതാണ്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഞങ്ങൾ മലരിക്കലിൽ ആമ്പൽ കാണാൻ പോയത് ഒരു ഉച്ച സമയത്താണ്. അതോ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ പാടത്ത് തന്നെ വഞ്ചിയുണ്ട്, അത് തുഴയണ ആൾക്കാരുണ്ട്. ഒരു വഞ്ചിക്ക് 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യണത്. ഇവരുടെ നമ്പറാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, വഞ്ചിയിലിരുന്ന് പോകണതും എല്ലാം ഒരു ഭയങ്കര രസമായൊരു കാഴ്ച അനുഭവമാണ്. പിന്നെ പൂക്കൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പറിക്കാതിരിക്കാതെ അതിൻ്റെ ഭംഗി അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കാണാനല്ലേ നല്ലത്. വെറുതെ നമ്മൾ പൂക്കൾ പറിച്ച് അതിൻ്റെ പ്രകൃതിയുടെ ഭംഗി നശിപ്പിക്കണ്ടല്ലോ. പിന്നെ ഇവരവിടെ വാടി തുടങ്ങുന്ന പൂവുകൾ ഇവരെന്നെ പറിച്ച് തരും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഞങ്ങൾ പൂക്കൾ പറിച്ചിട്ടുണ്ടായില്ല. ഇവർ കുറച്ച് അപ്പുറത്തെ സൈഡ് പുറകിലത്തെ വശത്തു നിന്ന് ഇവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ പറിച്ചു തരും. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കണ്ട, എല്ലാം ഫ്രീ ആണ്.
എന്നാലും പറിക്കാതിരിക്കുക. അത് പ്രകൃതിയുടെ ഭംഗി അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നത് മലരിക്കലും അമ്പാട്ടുകാവിലെയും ദൃശ്യങ്ങളാണ്. ഈ കൊല്ലം പോകാൻ പറ്റാത്തവർക്ക് അടുത്ത കൊല്ലം കൊറോണയുടെ ഇഷ്യൂസൊക്കെ മാറി യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് പോകാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.